ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ മേഖലയിൽ തുടർ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രതിഷേധം. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DDE ഓഫീസിന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മലബാർ മേഖലയിൽ SSLC+2 കഴിഞ്ഞവർക്ക് തുടർ പഠനത്തിനുള്ള സൗകര്യം സർക്കാർ മേഖലയിൽ ഏർപ്പെടുത്തുക, മേഖലയിൽ അധിക ബാച്ചുകൾ അനുവദിക്കുക, മലബാറിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോർവേഡ് ബ്ലോക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ ധർണയും മാർച്ചും നടത്തി. പ്രതിഷേധ ധർണ ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ SSLC ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യം സർക്കാർ മേഖലയിൽ ഏർപ്പെടുത്തുക എന്നുള്ളത് സർക്കാരിന്റെ പ്രാഥമികവും പരമപ്രധാനവുമായ ഉത്തരവാദിത്തമാണ്. ഇക്കാര്യത്തിൽ ഒട്ടകപ്പക്ഷി നയമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. +2 ആവശ്യമായ ബാച്ചുകൾ അനുവദിക്കുന്നില്ല. ബാച്ചുകൾ അനുവദിച്ചാലേ അധ്യാപകന്മാരുണ്ടാവുകയുള്ളൂ, ലബോറട്ടറി സൗകര്യങ്ങൾ വരൂ, മറ്റ് അക്കാഡമിക് സംവിധാനങ്ങൾ വരികയുള്ളൂ. ഇങ്ങനെ യാതൊന്നും ചെയ്യാതെ പാർട്ടി സമ്മേളനങ്ങളിൽ ആളുകളെ കയറ്റി വരുന്നത് പോലെ ക്ലാസ് മുറികളിലെല്ലാം 60, 70, 75 ആളുകളെയും കയറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യത്തെ, നിലവാരത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ജുഗുപ്സാപരമായിട്ടുള്ള ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടത്. ജില്ലാ സെക്രട്ടറി രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. ഖാലിദ് മാസ്റ്റർ നാദാപുരം, PT ഖദീജ ടീച്ചർ, TM സത്യജിത് പണിക്കർ, M വിനയൻ, ജുനേഷ് കണ്ണാടിക്കൽ, രഞ്ജിത്ത് കോവൂർ, M വൈശാഖ്, MK കുഞ്ഞാവ, റഫീഖ് പൂക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീമിൽ താരങ്ങളായി